നമസ്കാരം. നിങ്ങളുടെ 20കളിൽ എടുക്കുന്ന ഒരൊറ്റ തീരുമാനം അത് നിങ്ങളുടെ ജീവിതം മുഴുവനായിട്ട് മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾ കോളേജ് കഴിഞ്ഞ് ആദ്യത്തെ ജോലിയിലൊക്കെ കയറിയിരിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായും ഇത് നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് അനൂപിന്റെ കഥയിലൂടെ ഒന്ന് പോയി നോക്കാം. മിക്കവാറും നിങ്ങൾക്കെല്ലാവർക്കും അനൂപിന്റെ ജീവിതവുമായിട്ട് എവിടെയെങ്കിലും ഒരു ബന്ധം തോന്നും. ആലുവയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന സാധാരണ സ്വപ്നങ്ങളൊക്കെയുള്ള ഒരു ചെറുപ്പക്കാരനാണ് അനൂപ്. അനൂപിന് മാസം കിട്ടുന്നത് 12,000 രൂപ ശമ്പളമാണ്. ഈ സ്ലൈഡിലേക്ക് ഒന്ന് നോക്കൂ. വാടക, ഫുഡ്, യാത്ര, വീട്ടിലേക്ക് കൊടുക്കുന്ന പൈസ ഇതെല്ലാം കഴിഞ്ഞ് മാസം അവസാനം കയ്യിൽ മിച്ചം വരുന്നത് വെറും 2,500 രൂപയാണ്. ഇത് നമ്മുടെ എല്ലാം ഇടയിലുള്ള വളരെ സാധാരണമായ ഒരവസ്ഥയാണ്, അല്ലേ? അപ്പോൾ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. ഈ വെറും 2,500 രൂപ കൊണ്ട് ശരിക്കും എന്ത് ചെയ്യാനാണ്? മിക്കവരും ഇതുകൊണ്ട് എന്തിനാ എന്ന് വിചാരിച്ച് അതങ്ങ് വിട്ടുകളയും. എന്നാൽ നമ്മൾ ഇന്ന് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കണ്ടെത്താൻ പോകുന്നത്. ശരി, കോടീശ്വരനാവുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് നമ്മളെല്ലാവരും വീഴാൻ സാധ്യതയുള്ള ഒരു വലിയ കെണിയുണ്ട്. അതിനെപ്പറ്റി ആദ്യം സംസാരിക്കണം. അതാണ് കടം. ഈ വാചകം വളരെ പവർഫുള്ളാണ്. ഒരു EMI തുടങ്ങിയാൽ പിന്നെ തീർന്നു. നമ്മുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം നമുക്ക് നഷ്ടപ്പെടുകയാണ്. സാമ്പത്തികമായിട്ട് വളരാനുള്ള നമ്മുടെ കഴിവിനെയാണ് അത് ശരിക്കും ഇല്ലാതാക്കുന്നത്. പ്രത്യേകിച്ചും ചെറുപ്പക്കാർ പെട്ടെന്ന് പോയി ചാടുന്ന കുറച്ച് കെണികളാണിത്. ഒരു പുതിയ ബൈക്കോ പുത്തൻ ഫോണോ നമ്മളെ കുറച്ചു നേരത്തേക്ക് സന്തോഷിപ്പിച്ചേക്കാം. പക്ഷെ അതിന്റെ പിന്നാലെ വരുന്ന EMI ഉണ്ടല്ലോ, അത് നമ്മുടെ സാമ്പത്തിക ഭാവിയുടെ ചിറകരിഞ്ഞു കളയും. അതുകൊണ്ട് ഒന്നാമത്തെ നിയമം ഇതാണ്: അത്യാവശ്യമില്ലാത്ത കടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. കടമെന്ന കെണി ഒഴിവാക്കിയാൽ മാത്രം പോരാ. അടുത്ത പടിയെന്ന് പറയുന്നത് നമ്മുടെ ഭാവിയെ ഒന്ന് സുരക്ഷിതമാക്കുക എന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയാലും പെട്ടെന്നൊരു അപ്രതീക്ഷിത സംഭവം വന്നാൽ അതെല്ലാം കൂടെ പോകും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടേം ലൈഫ് ഇൻഷുറൻസ്. നിങ്ങളുടെ ഒരു വർഷത്തെ വരുമാനം എത്രയാണോ അതിന്റെ 20 ഇരട്ടി കവറേജെങ്കിലും എടുത്തിരിക്കണം. ഉദാഹരണത്തിന്, അനൂപിന്റെ വാർഷിക വരുമാനം ഏകദേശം 2 ലക്ഷം രൂപയാണ്. അപ്പോൾ അവനൊരു 40 ലക്ഷത്തിന്റെയെങ്കിലും ടേം പ്ലാൻ എടുക്കണം. ഇതിന് മാസം വരുന്ന പ്രീമിയം വളരെ ചെറുതായിരിക്കും. അടുത്തത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഇന്നൊരു അസുഖം വന്നാൽ ഹോസ്പിറ്റൽ ബില്ല് എത്ര വലുതായിരിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ വർഷങ്ങളായുള്ള സമ്പാദ്യം മുഴുവൻ ഒരൊറ്റ ഹോസ്പിറ്റൽ വാസം കൊണ്ട് തീർന്നുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറഞ്ഞത് 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപയുടെയെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ശരി, അപ്പോൾ കടമില്ല, ഇൻഷുറൻസ് പരിരക്ഷയുമുണ്ട്. ഇനി നമുക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ ചെറിയ തുകകൾ കോടികളായി മാറുന്നത് എന്ന് നോക്കാം. നിയമം വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിന്റെ 20% എല്ലാ മാസവും നിക്ഷേപിക്കണം. അനൂപിന്റെ 17,000 രൂപ ശമ്പളത്തിൽ നിന്ന് ഏകദേശം ഒരു 3,000 രൂപ. അവന്റെ കയ്യിൽ 2,500 രൂപ ബാക്കിയുണ്ട്. അതിന്റെ കൂടെ ഒരു 500 രൂപ കൂടി ചേർത്താൽ ഈ പരിപാടി നടക്കും. അപ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളൊരു 20-ാം വയസ്സിൽ തുടങ്ങി എന്ന് വെക്കുക. മാസം 3,000 രൂപ വെച്ച് 40 വർഷം, അതായത് 60 വയസ്സാവുന്നതുവരെ നിക്ഷേപിച്ചാൽ നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ടാവും? ഒന്ന് ഊഹിച്ചു നോക്കാമോ? ഉത്തരം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 1 കോടിയിലധികം രൂപ. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. മാസം വെറും 3,000 രൂപയുടെ നിക്ഷേപം. ഇതിനെയാണ് നമ്മൾ കൂട്ടുപലിശയുടെ, അതായത് കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് എന്ന് പറയുന്നത്. ഇനി ഈ സ്ലൈഡിലേക്ക് ഒന്ന് നോക്കിക്കേ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എത്ര പണം നിക്ഷേപിക്കുന്നു എന്നതിനേക്കാൾ എപ്പോൾ തുടങ്ങുന്നു എന്നതാണ്. 20 വയസ്സിൽ തുടങ്ങുന്ന ഒരാൾക്കും 30 വയസ്സിൽ തുടങ്ങുന്ന ഒരാൾക്കും കിട്ടുന്ന തുകയിൽ ഏകദേശം പകുതിയുടെ വ്യത്യാസം വരും. നമ്മൾ വൈകുന്ന ഓരോ വർഷവും നഷ്ടപ്പെടുന്നത് ലക്ഷങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ പ്രായോഗികമായി തുടങ്ങാം? എവിടെയാണ് ഈ പണം നിക്ഷേപിക്കേണ്ടത്? നമുക്ക് നോക്കാം. എല്ലാ മുട്ടയും ഒരേ കുട്ടയിൽ വെക്കരുത് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ നമ്മുടെ നിക്ഷേപം പലയിടത്തായി വിഭജിക്കണം. ചെറുപ്പത്തിൽ തുടങ്ങുന്ന ഒരാൾക്ക് ഒരു 60% ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ടുള്ള ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ ഇടാം. പിന്നെ ഒരു 20% സ്വർണത്തിൽ, ബാക്കി 20% ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് പോലെ സേഫായിട്ടുള്ള ഓപ്ഷനുകളിലും നിക്ഷേപിക്കാം. ഓഹരി വിപണിയിൽ നേരിട്ട് സ്റ്റോക്കുകൾ വാങ്ങാൻ അറിയില്ലെങ്കിൽ പേടിക്കേണ്ട. ഏറ്റവും എളുപ്പമുള്ള വഴി ഇൻഡെക്സ് ഫണ്ടുകളിൽ SIP ആയിട്ട് നിക്ഷേപിക്കുന്നതാണ്. സ്വർണം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, ആഭരണമായിട്ടല്ല വാങ്ങേണ്ടത്. ഡിജിറ്റലായി വാങ്ങാവുന്ന ഗോൾഡ് ETF അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സോവറിൻ ഗോൾഡ് ബോണ്ടുകളോ തിരഞ്ഞെടുക്കാം. ക്രിപ്റ്റോയുടെ കാര്യം അത് ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ട് അതിന്റെ റിസ്ക്കൊക്കെ നന്നായി പഠിച്ചിട്ട് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുറപ്പുള്ള ഒരു ചെറിയ തുക മാത്രം അതിലിട്ടാൽ മതി. ഇന്നത്തെ കാലത്ത് ഒരു SIP തുടങ്ങാൻ വലിയ പാടൊന്നുമില്ല. നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യുക, നല്ലൊരു ഇൻഡെക്സ് ഫണ്ട് തിരഞ്ഞെടുക്കുക, ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുക, ഒരു തീയതി സെറ്റ് ചെയ്യുക, അത്രയുള്ളൂ. എല്ലാ മാസവും ആ തീയതിയാവുമ്പോൾ പണം ഓട്ടോമാറ്റിക്കായി അക്കൗണ്ടിൽ നിന്ന് പോയിക്കോളും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് നമ്മളൊരു ശീലമാക്കണം.
നിങ്ങളുടെ ശമ്പളം കൂടുമ്പോൾ അതിനനുസരിച്ച് ഈ SIP തുകയും കൂട്ടണം. ഇന്ന് 3000 ആണെങ്കിൽ 2 വർഷം കഴിഞ്ഞ് ശമ്പളം കൂടുമ്പോൾ അതൊരു 5000 ആക്കണം. അങ്ങനെ പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. കടം ഒഴിവാക്കുന്നത് തൊട്ട് ഇൻഷുറൻസിന്റെ പ്രാധാന്യവും കോമ്പൗണ്ടിങ്ങിന്റെ ശക്തിയുമൊക്കെ. പക്ഷേ അവസാനം ഇതെല്ലാം വന്ന് നിൽക്കുന്നത് ഒരൊറ്റ കാര്യത്തിലാണ്. അത് നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ ചോദ്യമൊന്ന് ചോദിച്ചു നോക്കൂ. ജീവിതകാലം മുഴുവൻ പണത്തിനു വേണ്ടി ഓടാനാണോ നിങ്ങൾക്ക് താൽപ്പര്യം? അതോ നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യണോ? ആ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. അത് ഇന്നു തന്നെ എടുക്കുക. കാരണം വൈകുന്ന ഓരോ ദിവസവും നഷ്ടമാണ്. നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്.